അപ്പം ആ മകളെ ഇതെന്താണെന്നറിയോ, ആ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പുള്ളി ചില ശ്രമങ്ങളൊക്കെ എന്നെ നടത്തി നോക്കി, അതിൽ വിജയിക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പയോട് വിളിച്ചു പറയുന്നത്. റെഡിയായില്ലേ? ഉപ്പ ഈ മനുഷ്യനോടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് ഏറ്റവും സത്യസന്ധമായ മോളെ അങ്ങ് ഹൃദയത്തോട് സ്വീകരിച്ച് പിന്നീട് കാണുന്നത് മയക്കുമരുന്നിന് അകത്തായി കിടക്കുമ്പോഴാണ്. മംഗലാപുരത്തിനടുത്ത് ഒരു മദ്രസയിൽ ഒരു രക്ഷകർത്താവ്, ഒരു ഉപ്പ വന്നിട്ടൊരു മദ്രസാധ്യാപകരനെ തല്ലുന്ന ഒരു വീഡിയോ ക്ലിപ്പിങ്ങിനെ പുറത്തിറങ്ങുകയുണ്ടായി. പലതവണ തല്ലുന്നുണ്ട്. നിസ്സഹായനായ ആ മനുഷ്യൻ അത് സഹിക്കുകയാണ്, തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ. ആരോ അതൊരു വീഡിയോ ക്ലിപ്പ് എടുത്തതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്. ഇത് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഒന്ന് പഠിക്കാം, ഒന്ന് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് ചെയ്യാം എന്നൊക്കെ ഞാൻ ഓർത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ എന്തെങ്കിലും അതിക്രൂരമായ പെരുമാറ്റങ്ങൾ, അസഹനീയമായ പെരുമാറ്റങ്ങൾ, കടുത്ത പെരുമാറ്റങ്ങൾ ചിലപ്പോൾ മദ്രസാധ്യാപകനിൽ നിന്നുണ്ടായാൽ ചിലപ്പോൾ രക്ഷകർത്താവ് നിയന്ത്രണം വിട്ട് ചെയ്തതാണോ എന്നൊക്കെ ചിലപ്പോൾ അറിയാൻ കഴിയില്ല. പക്ഷെ പിന്നീട് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഒരു തെറ്റിന് ശിക്ഷിച്ചതിന്റെ പേരിൽ ആ ശിക്ഷ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സഹിക്കാൻ കഴിയാതെ പോയതിന്റെ പേരിലാണ് ഈ മനുഷ്യനെ ക്രൂരമായി ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു കഥ കൂടി ബാംഗ്ലൂരിൽ നിന്ന് അറിഞ്ഞത് കേട്ടപ്പോഴാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇതിപ്പോൾ പറയണമെന്നും ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണെന്നും വിചാരിച്ചത്. നാട്ടിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്ന ഒരു മകളാണ്, അറിയാവുന്ന വീട്ടിലെയാണ്. പഠിക്കാൻ വരുമ്പോൾ വളരെ ഭവ്യതയോടെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത കാര്യമൊക്കെ ഒരിക്കൽ ഈ സുഹൃത്തായ പിതാവ് പറഞ്ഞിരുന്നു. ആ പിതാവ് പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്വത്തോടെയൊക്കെ വേണമല്ലോ എന്ന് മനസ്സിലെപ്പോഴെങ്കിലും ഓർത്തിട്ടാവും ആ കുട്ടി വഴിതെറ്റിപ്പോകുന്ന ചില സംഗതികൾ ഈ പിതാവിന്റെ സുഹൃത്ത് അറിയുന്നത്. കുടുംബമായി ബന്ധമുള്ള ആളാണ്, അത് വളരെ ഗൗരവമായ വഴിതെറ്റലാണ്, മയക്കുമരുന്നിന്റെ ലോകത്തേക്കാണ് പോകുന്നത്, അതിന്റെ ക്യാരിയർ ആവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാൾ പലതവണ ആലോചിച്ചു, വീട്ടിൽ പറയണോ വേണ്ടയോ. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഫോൺ എടുത്ത് ഈ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, മകൾ അല്പം പ്രശ്നത്തിലാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ആ മകളെ ഇതെന്താണെന്നറിയോ, ആ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പുള്ളി ചില ശ്രമങ്ങളൊക്കെ എന്നെ നടത്തി നോക്കി, അതിൽ വിജയിക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പയോട് വിളിച്ചു പറയുന്നത്. റെഡിയായില്ലേ? ഉപ്പ ഈ മനുഷ്യനോടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് ഏറ്റവും സത്യസന്ധമായ മോളെ അങ്ങ് ഹൃദയത്തോട് സ്വീകരിച്ച് പിന്നീട് കാണുന്നത് മയക്കുമരുന്നിന് പോലീസ് അകത്താകുന്ന വേളയിലാണ്, അകത്തായി കിടക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞത് ഇത് അടിയുടെ ഘട്ടത്തിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള നിരവധി സന്ദർഭങ്ങളിൽ. സ്കൂളുകളിൽ എന്താണ് അധ്യാപകർ വഴിതാഴെയിട്ടത്? ഇതിപ്പോ ഒരു മതപരമായ പരിപ്രേക്ഷ്യം അതിനുള്ളതുകൊണ്ട്, വിശ്വാസപരമായ ഒരു പരിപ്രേക്ഷ്യമുള്ളതുകൊണ്ട് ഈ ആരെങ്കിലുമൊക്കെ മദ്രസാധ്യാപകന് വേണ്ടി പറയും. സ്കൂൾ അധ്യാപകരായാലോ ഇത് പറയുന്ന വിഷയമേ ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരിപ്പോൾ വടി താഴെയിട്ടു. നന്നാകണ്ടോ നന്നാവും, ഇല്ലാത്തവൻ നശിക്കും എന്ന് തീരുമാനിച്ചു. ഇനി മദ്രസകളിൽ കൂടി ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി ഇവരെ അഴിച്ചുവിട്ടാൽ വളരെ സന്തോഷകരമാവും. ഇന്ന് ഈ ഉസ്താദിനെ അടിക്കുന്നത് പോലെ നാളെ ഉപ്പയെ അടിച്ചു കൊല്ലുമ്പോൾ അന്നും ചിലപ്പോൾ നമ്മളൊക്കെ മദ്രസാധ്യാപകരെ കുറ്റം പറഞ്ഞെന്ന് വരും. ഓളേമുക്ക കായ്ക്കാണ് ഈ ജോലി ചെയ്യുന്നത്, അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി ഈ ഉപ്പയെ തീപിടിപ്പിച്ചു വിട്ടാൽ ഒരു ഉമ്മയുണ്ടാകും, പൊന്നുമോന്റെ പൊന്നുമ്മ. ഈ പൊന്നുമോന്റെ പൊന്നുമ്മമാരാണ് ഒരുപാട് പൊന്നുമോന്മാരെ ഇതുപോലെ പൂമോന്മാരാക്കി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. ഉള്ളതും ഇല്ലാത്തതും കുറച്ചുകൂടി ചേർത്ത് ചിലപ്പോൾ ഇയാൾ അറിഞ്ഞുപോലും കാണൂല, കണ്ടുപോലും കാണൂല എന്താ സംഭവിച്ചതെന്ന്. അങ്ങോട്ട് കയറ്റി വിട്ടുകൊടുത്ത് എല്ലാവരും കൂടി വന്ന് ഒരു പാവ മനുഷ്യന്റെ പുറത്ത് കയറുകയാണ്. നിയമപരമായ നടപടിയാണ് എടുക്കേണ്ടത്. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അല്ലെങ്കിലും മദ്രസാധ്യാപകർക്ക് ദുനിയാവിലല്ലല്ലോ ജീവിതം, ഇവിടെ കുറഞ്ഞ വരുമാനത്തിൽ ഈ അടിയും ഒക്കെ കൊണ്ടിങ്ങനെ ജീവിക്കണം. ആഖിറത്തിൽ സ്വർഗമുണ്ട്, അരുവികൾ ഒഴുകുന്ന സ്വർഗം, അത് മതിയല്ലോ.